ഏവർക്കും ക്രിസ്തു പഴയ നിയമത്തിൽ എന്ന പോഡ്കാസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ആദാമിൻ്റെ വാരിയല്ലും യേശുവിൻ്റെ പാർശ്വവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. വേദപുസ്തകത്തിൽ ആദാമിൻ്റെയും യേശുവിൻ്റെയും ഇടയിൽ അത്ഭുതകരമായ ഒരു ആത്മീയ സാമ്യം കാണാം. ആദാമിൻ്റെ വാരിയല്ലിൽ നിന്ന് ഹവ്വ എന്ന ആദാമിൻ്റെ ഭാര്യ ഉണ്ടാവുന്നതും ക്രൂശിൽ യേശുവിൻ്റെ പാർശ്വം കുത്തപ്പെടുന്നതും തമ്മിൽ ഒരു പ്രവചനാത്മക ബന്ധമുണ്ട്. ആദ്യം ആദാമിൻ്റെ വാരിയല്ലിൽ നിന്നും ഹവ്വായുടെ ജനനം നോക്കാം. ഉൽപ്പത്തി 2-ാം അധ്യായത്തിൻ്റെ 21-22 വാക്യങ്ങൾ വായിക്കാം. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. ദൈവം ആദാമിനെ ഗാഢനിദ്രയിൽ ആക്കിയ ശേഷം അവന്റെ പാർശ്വത്തിൽ നിന്ന് ഹവ്വായെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിലെ ഈ സംഭവം ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയെയും കുറിച്ചുള്ള ഒരു നിഴലായി നിലകൊള്ളുന്നു. ഇനി അവസാനത്തെ ആദാമായ ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയുടെ ജനനത്തിലേക്ക് പോകാം. യോഹന്നാൻ 19-ാം അധ്യായത്തിന്റെ 33-34 വചനങ്ങൾ വായിക്കാം. അവർ യേശുവിന്റെ അടുക്കൽ വന്നു. അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവന്റെ കാൽ ഒടിച്ചില്ല. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്തു കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇവിടെ യേശു ക്രൂശിൽ മരിച്ചു എന്നറിഞ്ഞിട്ടും പടയാളി യേശുവിന്റെ പാർശ്വം കുത്തി തുറക്കപ്പെട്ടതും അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. പിന്നെ തന്റെ ഉയിർപ്പിനു ശേഷം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ അയച്ച് തന്റെ മണവാട്ടിയായ സഭ രൂപീകരിക്കപ്പെട്ടത്. സൃഷ്ടികർമ്മത്തിൽ ആദാമിന് ദൈവം ഗാഢനിദ്ര വരുത്തി എന്ന് നാം വായിക്കുകയുണ്ടായി. നിദ്ര എന്നത് മരണത്തിന്റെ പര്യായമായി പഴയ പുതിയ നിയമ എഴുത്തുകാർ ഉപയോഗിച്ചിരിക്കുന്നതായി കാണുവാൻ കഴിയും. അനേകം വചനങ്ങളുണ്ടെങ്കിലും പഴയ പുതിയ നിയമങ്ങളിൽ നിന്നും ഓരോ വചനങ്ങൾ വായിക്കാം. യോഹന്നാൻ 11-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. എങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു എന്ന് അവരോട് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട്, കർത്താവേ, അവൻ നിദ്ര കൊള്ളുന്നു എങ്കിൽ അവന് സൗഖ്യം വരും എന്ന് പറഞ്ഞു. യേശുവോ അവന്റെ മരണത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് പറഞ്ഞു എന്ന് അവർക്ക് തോന്നിപ്പോയി. അപ്പോൾ യേശു സ്പഷ്ടമായി അവരോട്, ലാസർ മരിച്ചുപോയി. ശിഷ്യന്മാർ സാധാരണ ഉറക്കം എന്നാണ് കരുതിയത്. എന്നാൽ യേശു പറയുന്നു ലാസർ മരിച്ചിരിക്കുന്നു. ഇവിടെ യേശു മരണത്തെ നിദ്രയെന്ന് വിളിച്ചു. കാരണം ദൈവത്തിനു മുന്നിൽ മരണം അന്തിമമല്ല. പഴയ നിയമത്തിൽ നിന്നും ഒരു വചനം വായിക്കാം. ദാനിയേൽ 12:2. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും ഉണരും. ക്രിസ്തുവിന്റെ 2-ാം വരവിൽ സംഭവിക്കാൻ പോകുന്ന ഒരു ഉയിർപ്പിനെയാണ് ഇവിടെ ദാനിയേൽ പ്രവചിക്കുന്നത്. ഇത് യേശുവിന്റെ വാക്കുകൾ കൂടി തന്നെ കേൾക്കാം. യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 25 വായിക്കാം. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ഉറങ്ങുന്നവനെ ഉണർത്തുന്നതുപോലെ യേശു ലാസറിനെ ഉയർപ്പിച്ചു. അതുപോലെ തന്റെ 2-ാം വരവിൽ തന്റെ ശബ്ദം കേട്ട് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഇവിടെ യേശു പറയുന്നു. വിശ്വാസികളുടെ ശാരീരിക മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊരു താൽക്കാലിക അവസ്ഥയാണെന്നും പിന്നെ ക്രിസ്തുവിന്റെ വരവിങ്കൽ അവർ ഉയർത്തെഴുന്നേൽക്കും എന്ന് കാണിക്കുവാനുമാണ് മരണത്തെ നിദ്രയോട് ഉപമിച്ചിരിക്കുന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നാം ഈ വായിച്ച വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആദാം മരിച്ച അവസ്ഥയിൽ ആയിരുന്നപ്പോഴായിരുന്നു ദൈവം ആദാമിന്റെ പാർശ്വത്തിൽ നിന്നും ഹവ്വായെ സൃഷ്ടിച്ചത്. അതുപോലെ തന്നെയായിരുന്നു ക്രിസ്തുവിന്റെ മരിച്ച അവസ്ഥയിലായിരുന്നു പാർശ്വം കുത്തപ്പെട്ട് സഭയെ സൃഷ്ടിച്ചത്. ഇതിനാലാണ് ആദാം യേശുവിന്റെ നിഴലായിരുന്നുവെന്ന് പുതിയ നിയമം വെളിപ്പെടുത്തുന്നത്. റോമർ 5-ാം അധ്യായത്തിന്റെ 14 വായിക്കാം. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിനു തുല്യമായി ആദാം യേശുവിന്റെ പ്രതിരൂപമായിരുന്നുവെന്ന്
ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുന്നു. ആദാം യേശുവിന്റെ നിഴലാണെങ്കിൽ ആദാമിന്റെ മണവാട്ടിയായ ഹവ ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയുടെ നിഴലായിരിക്കണം. 2 കൊരിന്ത്യർ 11 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്നു ഞാൻ ഭയപ്പെടുന്നു. ഇവിടെ സഭയെ ക്രിസ്തുവിന്റെ മണവാട്ടിയുമായും ഈ മണവാട്ടിയെ ഹവ്വായോടും പൗലോസ് ഉപമിച്ചിരിക്കുന്നു. ഒരു പ്രധാന വ്യത്യാസം മാത്രമേയുള്ളൂ. ഹവ്വ പ്രലോഭനത്തിൽ വീണു പാപത്തിലായി. സഭയോ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട വധുവാണ്. ആദാമിനെ നിദ്രയിലാക്കി അവന്റെ വശം തുറന്നപ്പോൾ ഹവ്വ ജനിച്ചു. ക്രിസ്തു ക്രൂശിൽ മരണനിദ്രയിൽ പ്രവേശിച്ചപ്പോൾ ക്രിസ്തുവിന്റെ വശം തുറന്ന് സഭ ജനിച്ചു. ഇതിനാലാണ് പൗലോസ് പറഞ്ഞത് സഭ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാകുന്നുവെന്ന്. എഫേസ്യർ 5:30 വായിക്കാം. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. ക്രിസ്തുവിനെ പടയാളികൾ പാർശ്വത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടതായി വചനം പറയുന്നു. യോഹന്നാൻ 19:34 വായിക്കാം. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. രക്തം പാപമോചനത്തിനെയും വീണ്ടെടുപ്പിനെയും കാണിക്കുന്നു. എബ്രായ ലേഖനം 9:22 വായിക്കാം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. മറ്റൊരു വചനം കൂടി ഇതിനോട് ചേർത്ത് വായിക്കാം. റോമർ 6:23. പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപത്തിന്റെ വില മരണമാണെന്നും പാപമോചനത്തിന് ഒരു ബലി ആവശ്യമാണെന്നും ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിനാലാണ് ക്രിസ്തുവിന് തന്റെ ജീവൻ യാഗമായി നൽകേണ്ടി വന്നത്. കാരണം വേദപുസ്തകത്തിൽ രക്തം ജീവനെ പ്രതിനിധീകരിക്കുന്നു. ലേവ്യ പുസ്തകം 17:11 വായിക്കാം. മാംസത്തിന്റെ ജീവൻ രക്തത്തിലല്ലോ ഇരിക്കുന്നത്. യാഗപീഠത്തിന്മേൽ നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ ഞാൻ അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. രക്തമല്ലോ ജീവൻ മൂലമായി പ്രായശ്ചിത്തം ആകുന്നത്. ഇതിനാലാണ് മരിച്ചു കഴിഞ്ഞ ക്രിസ്തുവിന്റെ വിലാപ്പുറത്ത് പടയാളികൾ കുത്തി ക്രിസ്തുവിന്റെ മരണം ഉറപ്പുവരുത്തിയത്. അങ്ങനെയാണെങ്കിൽ യേശു നമുക്കായി രക്തം ചിന്തി എന്ന് പറയുന്നത് നമ്മുടെ പാപത്തിന്റെ വില യേശു നൽകപ്പെട്ടു എന്നാണ് അർത്ഥം. പടയാളി ക്രിസ്തുവിന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടതായി നാം വായിച്ചു. രക്തം വീണ്ടെടുപ്പിനെ കാണിക്കുന്നെങ്കിൽ വെള്ളം ശുദ്ധീകരണത്തെയും പുതുജീവനെയും കാണിക്കുന്നു. എഫേസ്യർ 5:26 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ പൗലോസ് പറയുന്നു ക്രിസ്തു സഭയ്ക്ക് വേണ്ടി യാഗമായി എന്നാണ്. അഥവാ ക്രിസ്തു മരിച്ചപ്പോൾ സഭ ജനിച്ചു. ഇതിനോട് ചേർത്ത് പഴയ നിയമത്തിലെ ഒരു വചനം കൂടി വായിക്കാം. യെഹെസ്കേൽ 36:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഇവിടെ യെഹെസ്കേൽ പ്രവചിച്ചത് പെന്തക്കോസ്ത് നാളിൽ ക്രിസ്തു പരിശുദ്ധാത്മാവിനെ നൽകി തന്റെ സഭയെ രൂപീകരിച്ചതിനെക്കുറിച്ചായിരുന്നു. ഹവ്വ ആദാമിന്റെ പാർശ്വത്തിൽ നിന്നും സൃഷ്ടിച്ചതുപോലെ സഭ ക്രിസ്തുവിന്റെ മുറിവേറ്റ പാർശ്വത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. ആദാം ഒരു വാരിയല് നഷ്ടപ്പെടുത്തി വധുവിനെ നേടിയെങ്കിൽ അവസാന ആദാം തന്റെ ജീവൻ നൽകി
തന്റെ മണവാട്ടിയായ സഭയെ സ്വന്തമാക്കി. ആദാം നിദ്രയിലേക്ക് പോയപ്പോൾ ഹവ്വ ഉദിച്ചെങ്കിൽ യേശു മരണത്തിലേക്ക് പോയപ്പോൾ രക്ഷ ഉദിച്ചു. അങ്ങനെ ക്രിസ്തുവിന്റെ കുത്തപ്പെട്ട വശം ലോകത്തിന് രക്ഷയുടെ വാതിൽ തുറന്നു.